ഇനി നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് 7 ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ഫോംസും മറ്റു കാര്യങ്ങളാണ്. ഇനി ക്രിസ്റ്റൽസിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ് പഠിക്കുന്നത്. ക്രിസ്റ്റൽസിന്റെ പാക്കിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ പെർസെന്റേജ് എഫിഷ്യൻസി എന്ന് പറയാം. ഇപ്പോ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഒരു സമവാക്യമുണ്ട്. വോളിയം ഓഫ് ദ സ്പിയർ divided by volume of the cube into 100. So crystals packing efficiency അല്ലെങ്കിൽ percentage efficiency എന്നാണ് പറയുന്നത്. ഈ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. ഇത് ഓർത്ത് വെക്കുക. നമ്മൾ ക്രിസ്റ്റലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി പഠിക്കണമെങ്കിൽ ഈ ഒരു സമവാക്യം നമ്മൾ അറിയണം. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള സമവാക്യം നമ്മൾ ഒരിക്കലും പറയാം. വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. ഓക്കെ, സംശയമില്ലല്ലോ? ഇല്ല. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി. ഓക്കെ, FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി പറയാൻ വേണ്ടി ഞാനൊരു ക്യൂബ് വരയ്ക്കുക. ആ ക്യൂബിന്റെ ഓരോ കോർണറിനും ഞാൻ ഓരോ വേരിയബിൾ കൊടുക്കുക. A, B, C, D, E, F, G, H. FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ പറയാൻ പോവുകയാണ്. ക്യൂബ് വരച്ചു. ക്യൂബിന്റെ ഓരോ കോർണറിലും ഞാൻ എന്ത് കൊടുത്തു? ഓരോ ലെറ്ററുകൾ കൊടുത്തു. A, B, C, D, E, F, G, H എന്ന് പറയുന്ന ലെറ്റർ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ശ്രദ്ധിക്കുക. എയിൽ നിന്നും സിയിലോട്ട് ഞാൻ ഒരു ഡയഗണൽ വരച്ചു. എയിൽ നിന്നും സിയിലോട്ട് ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണലിന്റെ പേര് ഫേസ് ഡയഗണൽ എന്നാണ്. എന്താണ് പറയുന്ന പേര്? ഫേസ് ഡയഗണൽ. അതിന്റെ ലെങ്ത് ബി ആണ്. അപ്പോൾ എയിൽ നിന്നും സിയിലോട്ട് ഞാൻ ഒരു ഡയഗണൽ വരച്ചപ്പോൾ തന്നെ ഇതൊരു ട്രയാങ്കിളായി മാറി. ഏതാ ട്രയാങ്കിൾ? ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളായി മാറി. അപ്പൊ എയിൽ നിന്നും സിയിലോട്ട് ഞാൻ ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണലിന്റെ പേരെന്താ? ഫേസ് ഡയഗണൽ. മറന്നു പോകരുത്, ഫേസ് ഡയഗണൽ ആണ്. അതിന്റെ ലെങ്ത് എന്താ? ബി. ഞാൻ ഈ ഡയഗണൽ വരച്ചപ്പോൾ തന്നെ ഇതൊരു ട്രയാങ്കിളായി മാറി. അപ്പൊ ട്രയാങ്കിളിന്റെ ഒരു വശം കിട്ടി ബി, ബാക്കി രണ്ട് വശങ്ങൾ ഞാൻ എന്താക്കി എടുക്കുന്നു? എ ആക്കി എടുക്കുന്നു. അപ്പൊ ട്രയാങ്കിൾ ABC ആയി. ABCയുടെ 3 വശങ്ങളും നമുക്ക് കിട്ടി. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിന് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം അനുസരിച്ച് AC സ്ക്വയർ സമം എന്താ? AB സ്ക്വയർ പ്ലസ് എന്താ? BC സ്ക്വയർ ആണ്. ഏത് തിയറമാണ് അപ്ലൈ ചെയ്യുന്ന ട്രയാങ്കിളില്? പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് AC സ്ക്വയർ സമം ഏതാ? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ACയുടെ വാല്യൂ എന്താ? ബി ആണ് അല്ലെ? അപ്പോൾ B സ്ക്വയർ സമം ABയുടെ വാല്യൂ എന്താ? A. അപ്പൊ A സ്ക്വയർ പ്ലസ് BCയുടെ വാല്യൂ എന്താ? A സ്ക്വയർ. അപ്പൊ B സ്ക്വയർ സമം എന്ത് കിട്ടി? A സ്ക്വയർ പ്ലസ് A സ്ക്വയർ കിട്ടി. Therefore B സ്ക്വയർ സമം 2A സ്ക്വയർ എന്ന് കിട്ടി. സംശയമില്ലല്ലോ? B സമം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? √2A. സംശയമില്ലല്ലോ? ഒരിക്കൽ കൂടെ ഞാൻ പറയാം. പാക്കിംഗ് എഫിഷ്യൻസിയാണ്, FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കാൻ പോകുന്ന. ഒരു ക്യൂബ് വരച്ചു. ക്യൂബിന് 8 കോർണേഴ്സ് ഉണ്ട്. 8 കോർണേഴ്സിനും ഞാൻ 8 വേരിയബിൾ കൊടുത്തു. ഏതൊക്കെയാണ്? 8 ലെറ്റേഴ്സ് കൊടുത്തു. ഏതാ? A, B മുതൽ H വരെയുള്ള 8 ലെറ്ററുകൾ കൊടുത്തു. ഇനി ശ്രദ്ധിക്കാനുള്ള, എയിൽ നിന്നും സിയിലോട്ട് ഞാൻ ഒരു ഡയഗണൽ വരച്ചു. ആ ഡയഗണലിന്റെ പേര് ഫേസ് ഡയഗണൽ എന്നാണ്. എന്താണ് പറയുന്ന പേര്? ഫേസ് ഡയഗണൽ എന്നാണ്. അതിന്റെ ലെങ്ത് ബി ആക്കി എടുത്തു. എയിൽ നിന്ന് സിയിലോട്ട് വരച്ചപ്പോൾ തന്നെ ഇതെന്തായിട്ട് മാറി? ട്രയാങ്കിൾ ABC ആയിട്ട് മാറി. അപ്പൊ ഇതിന്റെ ലെങ്ത് ബി ആണ്. ബാക്കി രണ്ട് വശങ്ങളും എന്താക്കി എടുക്കുന്നു? എ ആക്കി എടുക്കുന്നു. സംശയമില്ലല്ലോ? ഇല്ല. ഇവിടെ ഏത് തിയറമാണ് ഈ ട്രയാങ്കിൾ അപ്ലൈ ചെയ്യുന്ന? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അനുസരിച്ച് AC സ്ക്വയർ സമം എന്താ? AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ അല്ലെ? ACയുടെ വാല്യൂ എന്താ? ബി ആണ് അല്ലെ? B സ്ക്വയർ സമം A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. B സ്ക്വയർ സമം 2A സ്ക്വയർ. B സമം √2A. ഇനി ശ്രദ്ധിക്കാനുള്ള, സിൻസ് 3 പാർട്ടിക്കിൾ, ശ്രദ്ധിക്കുക, 1, 2, 3 പാർട്ടിക്കിൾ. സിൻസ് 3 പാർട്ടിക്കിൾ ആർ കോണ്ടാക്ട് along a
കോണ്ടാക്ട് എലോങ് എ ഫേസ് ഡയഗണൽ. 3 പാർട്ടിക്കിൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫേസ് ഡയഗണൽ ശ്രദ്ധിക്കുക. ആ ഫേസ് ഡയഗണൽ എങ്ങനെ വരുന്നു? ഇവിടെ ഒരു ആർ, ഇവിടെ 2 ആർ മീൻസ് റേഡിയസ്, ഇവിടെ ഒരു ആർ. ആ ഫേസ് ഡയഗണൽ എന്ന് പറയുന്നത്, ഫേസ് ഡയഗണൽ എന്താ നമ്മൾ ഡിനോട്ട് ചെയ്ത ബി, ആ ഫേസ് ഡയഗണൽ എന്തിന് തുല്യമാണ്? 4r തുല്യമാണ്. അപ്പൊ 3 പാർട്ടിക്കിൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫേസ് ഡയഗണൽ ബി ആണ്. അത് എന്തിന് തുല്യമാണ്? 4 റേഡിയസിന് തുല്യമാണ്. ആ 4 റേഡിയസ് എങ്ങനെ വന്നു എന്നാണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഇവിടെ ഒരു സ്പിയറിൽ ഒരു ആറുണ്ട്, ഇവിടെ 2 ആറുണ്ട്, ഇവിടെ ഒരു ആറുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര ആറുണ്ട്? 4 ആറുണ്ട്. അപ്പൊ ബി സമം എന്തായിരിക്കും? 4r. അപ്പൊ ബി സമം 4r ആണെങ്കിൽ ബിയുടെ വില നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ 4r സമം എന്താ? √2a. ബി സമം √2a ആണ്. അപ്പൊ ബി സമം 4r സമം √2a. എ സമം എന്താ? 4r ഡിവൈഡഡ് ബൈ √2. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2√2r. എ മീൻസ്, എ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ യൂണിറ്റ് സെല്ലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? യൂണിറ്റ് സെൽ. അപ്പോ നമ്മൾ ബി കിട്ടി. ഇവിടെ എന്താണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്? 3 പാർട്ടിക്കിൾ കോണ്ടാക്ട് അലോങ് എ ഫേസ് ഡയഗണൽ ബി സമം എന്താ? 4r. ബി എന്തിനു തുല്യമാണ്? 4r തുല്യമാണ്. therefore എന്താ? 4r സമം എന്താ? ബിയുടെ വില നമുക്കറിയാം √2a അല്ലെ. അപ്പൊ എ സമം എന്താ? 4r ഡിവൈഡഡ് ബൈ √2. അതിനകത്ത് എ കണ്ടുപിടിക്കുന്നത് എന്താ? അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2√2r. ഇനിയാണ് നമ്മൾ ഇതിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി സമം വോളിയം ഓഫ് ദ സ്പിയർ ആണ്. വോളിയം ഓഫ് ദ സ്പിയർ. അപ്പൊ നമ്മളിവിടെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്? FCC കുറിച്ചാണ് പറയുന്നത്. ഒരു സ്പിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. സ്പിയറിന്റെ വോളിയം എന്താണ്? 4/3 πr³ ആണ്. ഇവിടെ FCC ആയതുകൊണ്ട് നമുക്ക് എന്താണ്? അതിലെ നമ്പർ ഓഫ് ആറ്റംസ് കൂടെ ഇവിടെ ഇടണം. എത്രയാണ്? ഞാൻ നേരത്തെ പഠിപ്പിച്ചതാണ്. FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ്, ദാറ്റ് ഈസ് എ. അതാണ് വോളിയം ഓഫ് ദ ക്യൂബ്. അതെന്താ നമുക്ക് കിട്ടിയത്? 2√2r. അതിന്റെ വോളിയം എടുക്കുമ്പോൾ ക്യൂബ് 2√2r ദ ഹോൾ ക്യൂബ് ഇൻറ്റു എത്രയാ? 100. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 74% എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സംശയമില്ലല്ലോ. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ടാണ്. ഈ ഡെറിവേഷൻ ഒന്നും ചോദിക്കണമെന്നില്ല. ഈ വാല്യൂ നമ്മൾ പഠിച്ചു വെക്കണം എത്രയാണെന്നുള്ളത്. നമ്മൾ ക്രിസ്റ്റലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണ്. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ് ഞാൻ ആദ്യം എഴുതിയത്. വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. ഇത് ഓർത്ത് വയ്ക്കണം. എല്ലാത്തിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയും കണ്ടുപിടിക്കാൻ ഈ സമവാക്യമാണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് FCC ആണ്. അതിനുവേണ്ടി ഞാൻ ഒരു ക്യൂബ് വരച്ചു. ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ഓക്കെ, ആ ക്യൂബിന് ഞാൻ A മുതൽ H വരെയുള്ള വേരിയബിൾ കൊടുത്തു. ABCDEFGH 8 കോർണേഴ്സിനും 8 വേരിയബിൾ കൊടുത്തു, 8 ലെറ്റേഴ്സ് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എയിൽ നിന്നും സിയിലോട്ട് ഒരു ഡയഗണൽ വരച്ചു. ഡയഗണൽ വരച്ചപ്പോൾ ആ ഡയഗണലിന്റെ പേര് ഫേസ് ഡയഗണൽ എന്നാണ്. അതിന്റെ ലെങ്ത് B ആണ്. ഞാൻ എയിൽ നിന്ന് സിയിലോട്ട് ഡയഗണൽ വരച്ചപ്പോൾ തന്നെ അതൊരു ട്രയാങ്കിൾ ആയി മാറി. ട്രയാങ്കിൾ ABC. ഒരു വശമേ ഉള്ളൂ, ബാക്കി 2 വശങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് A ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പൈതഗോറസ് തിയറമാണ്. പൈതഗോറസ് തിയറം അനുസരിച്ച് AC² സമം AB² പ്ലസ് എന്താ? BC². AC യുടെ വാല്യൂ എന്താ? B. ദാറ്റ് ഈസ് B² സമം A² പ്ലസ് A². B² സമം 2A². B സമം √2A അല്ലെങ്കിൽ √2A. സംശയമില്ലല്ലോ? ഈ പാർട്ട് വരെ സംശയമില്ലല്ലോ? ഇനി അടുത്ത പാർട്ട് പറയുന്നത് സിൻസ് 3 പാർട്ടിക്കിൾ, ഇവിടെ സംശയം വരാൻ സാധ്യതയുള്ളൂ. സിൻസ് 3 പാർട്ടിക്കിൾ ആർ കോണ്ടാക്ട് അലോങ് എ ഫേസ് ഡയഗണൽ. 3 പാർട്ടിക്കിൾ കോണ്ടാക്ട് ചെയ്യുന്ന ഫേസ് ഡയഗണൽ ആണ് B. ആ ബിയുടെ വില ദാറ്റ് ഈസ് ഈക്വൽ ടു 4r. അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്, ഇവിടെ 2 റേഡിയസ് ഉണ്ട്, ഇവിടെ ഒരു റേഡിയസ് ഉണ്ട്. അങ്ങനെയാണ് ടോട്ടൽ എത്ര റേഡിയസ് ആയത്? 4a. അപ്പൊ സിൻസ് 3 പാർട്ടിക്കിൾ കോണ്ടാക്ട് അലോങ് എ ഫേസ് ഡയഗണൽ B സമം എന്താ? 4r. സംശയമില്ലല്ലോ? അപ്പൊ ബിയുടെ വില 4r ആണ്. therefore
ഇവിടെ നമുക്ക് ബി എന്താ √2a ഉണ്ട്. 4r സമം √a സമം എന്താ 4r ഡിവൈഡഡ് ബൈ √2. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ a സമം 2 √2r കിട്ടി. a മീൻസ് യൂണിറ്റ് സെൽ അല്ലെങ്കിൽ വോളിയം ഓഫ് ദ ക്യൂബ് എന്നും നമുക്ക് അല്ലെങ്കിൽ ക്യൂബാണ് അല്ലെങ്കിൽ യൂണിറ്റ് സെല്ലാണ്. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയാണ് കണ്ടുപിടിക്കുന്നത്. പാക്കിംഗ് എഫിഷ്യൻസി സമം ഞാൻ ഇവിടെ ഒരു സമവാക്യം പറഞ്ഞു, വോളിയം ഓഫ് ദ സ്പിയർ. സ്പിയറിന്റെ വോളിയം കണ്ടുപിടിക്കുന്ന സമവാക്യം എന്താ 4/3 πr ക്യൂബ് ഇൻറ്റു ഒരു കാര്യം FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ് കൂടി നമ്മൾ ഇവിടെ പറയണം. FCCയിലെ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാണ്? ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് എന്തായിരിക്കും? a ആണ് യൂണിറ്റ് സെൽ, എയുടെ വിലയാണ് 2 √2r. അപ്പൊ അതിന്റെ വോളിയം എടുക്കുമ്പോൾ 2 √2r ദ ഹോൾ ക്യൂബ് ഇൻറ്റു 100. അല്ലെങ്കിൽ വേറൊരു സമവാക്യം കൂടിയുണ്ട്, അതും കൂടി ഓർത്തു വെക്കുക. ഇത് സംശയമാണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി സമം വോളിയം occupied by 4 sphere into 100 divided by volume of the unit cell. ഇത് എന്തിന്റെ കണ്ടുപിടിക്കാനുള്ള സമവാക്യമാണ്? FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള സമവാക്യം. അടുത്ത BCC വരുമ്പോൾ വീണ്ടും മാറും. അപ്പൊ FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി ഇത് കോമൺ ആയിട്ടുള്ള ഒരു സമവാക്യമാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ എന്താ? വോളിയം occupied by 4 sphere. അതുകൊണ്ടാണ് 4 ഇൻറ്റു സ്പിയറിന്റെ വോളിയം എന്താ 4/3 πr ക്യൂബ് എന്ന് എഴുതിയിട്ടുള്ള ഇൻറ്റു 100 അല്ലെ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ. ആ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ ആണ് 2 √2r ദ ഹോൾ ക്യൂബ്. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 74% എന്ന് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഫസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസിയാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി ഏതിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്? FCCയുടെ പാക്കിംഗ് എഫിഷ്യൻസിയാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ആദ്യം നമ്മൾ ക്യൂബ് വരയ്ക്കണം, ക്ലിയർ ആയിട്ട് ക്യൂബ് വരയ്ക്കണം. ക്യൂബിൽ 8 കോർണേഴ്സ് നമ്മൾ അടയാളപ്പെടുത്തണം. 8 കോർണേഴ്സിന് 8 ലെറ്റേഴ്സ് കൊടുക്കണം. ശ്രദ്ധിക്കണം, എന്താ A ഇവിടെ, B ഇവിടെ, C ഇവിടെ, D, E, F, G, H. എയിൽ നിന്നും സിയിലോട്ട് ഡയഗണൽ വരയ്ക്കണം. ദാറ്റ് ഈസ് സ്പേസ് ഡയഗണൽ, ദാറ്റ് ഈസ് B. അപ്പൊ എയിൽ നിന്ന് സിയിലോട്ട് ഡയഗണൽ വരച്ചപ്പോൾ തന്നെ അത് ട്രയാങ്കിൾ ആയി മാറി. ഏത് ട്രയാങ്കിളാ? ട്രയാങ്കിൾ ABC അല്ലെ. ഒരു വശം മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ, ബാക്കി 2 വശങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ബാക്കി 2 വശങ്ങൾ എന്തായിട്ടാണ് എടുക്കുന്നത്? A ആയിട്ടാണ് എടുക്കുന്നത്. ഏത് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം അനുസരിച്ച് AC സ്ക്വയർ സമം എന്താ? AB² പ്ലസ് BC² ആണ്. ACയുടെ വാല്യൂ എന്താ? B ആണ്. ദാറ്റ് ഈസ് B² സമം A² പ്ലസ് A². ദാറ്റ് ഈസ് B² സമം 2A² ആണ്. B സമം എന്താ? √2a. പിന്നെ പറയുന്ന പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 3 particles are contact along a face diagonal. That is B സമം 4r. ബിയുടെ വില നമുക്ക് ഇവിടെ അറിയാം. √2a സമം എന്തായിരിക്കും? 4r. A സമം എന്താ? 4r ഡിവൈഡഡ് ബൈ √2. എയുടെ വില എന്താ? ഇതിനെ 4r ഡിവൈഡഡ് ബൈ √2 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 √2r എന്ന് കിട്ടും. ഇവിടെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞു ഈ ഒരു സമവാക്യം കൂടെ. ഇത് കോമൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന 3 എണ്ണത്തിന്റെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാറുണ്ട്. അപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു സമവാക്യമാണ് പാക്കിംഗ് എഫിഷ്യൻസി സമം വോളിയം ഓഫ് ദ സ്പിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ ക്യൂബ് ഇൻറ്റു 100. ഈ FCC ആയതുകൊണ്ട് പാക്കിംഗ് എഫിഷ്യൻസി നമ്മൾ എന്തെന്ന് വോളിയം ഒക്കുപ്പൈഡ് ബൈ 4 സ്പിയർ. അതുകൊണ്ടാണ് 4 ഇൻറ്റു 4/3 πr ക്യൂബ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്താണ്? 2 √2r ദ ഹോൾ ക്യൂബ്. ഇത് സംശയമില്ലല്ലോ. അതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ 74% എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇന്ന് നമ്മൾ ഇത്രയാണ് ക്ലാസ് എടുക്കുന്നത്. ബാക്കി നമുക്ക് അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും സോളിഡ് സ്റ്റേറ്റിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുത്തത്. അപ്പൊ ഇത് നിങ്ങൾ വീട്ടിൽ പോയി നന്നായിട്ട് എഴുതി നോക്കണം. ഇതിന്റെ ഡെറിവേഷൻസ് എല്ലാം ചെയ്ത് നോക്കണം. അപ്പൊ അതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ കോണ്ടാക്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു.